ശല്യം, എലി ശല്യം, അങ്ങനത്തെ കുറേ പരിപാടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യണതിന്റെ പകുതി മുക്കാൽ കാശ് റെന്റിലായിട്ടാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന റെന്റ് കൂടുതൽ സിംഗിൾ റൂമിനാണ്. ഷോപ്പൊക്കെ ഉണ്ടെന്ന് വരുത്തിയ ലൈക്ക് നിങ്ങളുടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന UK എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം, ഇവിടുത്തെ റെന്റ് കാര്യങ്ങൾ, ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുമ്പോൾ അവർക്ക് അറിയത്തില്ല ഇവിടെ എങ്ങനെയാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ടതെന്നും പിന്നെ എത്ര റെന്റ് വരും, ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എമൗണ്ട് അടച്ചിട്ട് വരണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ റെന്റ് എന്ന് പറയുന്നത് അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. നമ്മുടെ പകുതി മുക്കാൽ സാലറി അങ്ങോട്ടാണ് പോകുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെയൊക്കെ പറ്റിയാണ്. അപ്പോൾ ടോപ്പിക്കിലായിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് അക്കോമഡേഷനെ പറ്റിയാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് അറിയത്തില്ല ഇവിടെ എങ്ങനെയാണ് അക്കോമഡേഷൻ എടുക്കേണ്ടതെന്നും പിന്നെ പോരാത്തതിന് ഇവിടെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ആപ്സ് നിങ്ങളെ പരിചയപ്പെടുത്തരാം. അതായത് ഇവിടുത്തെ ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്സ് ആണ്. ലൈക്ക് ഇപ്പോൾ റൂം കണ്ടുപിടിക്കാനാണെങ്കിലും വീട് കണ്ടുപിടിക്കാനാണെങ്കിലും അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് റൈറ്റ് മൂവ്, പിന്നെ സ്പെയർ റൂം, പിന്നെ സൂപ്ല, പിന്നെ ആംബർ എന്നൊക്കെ പറയുന്ന കുറേ ആപ്പ് ഉണ്ട്. ഇത് കൂടാണ്ട് വേറെ കുറേ ആപ്പ് ഞാൻ നിലവിൽ യൂസ് ചെയ്ത് എനിക്കൊരു ഇത് തോന്നിയ ആപ്സാണ് നിങ്ങളെ കാണിച്ചേക്കണം. പിന്നെ പോരാത്തതിന് ഇതിനെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ലൊക്കേഷൻ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് എന്തെങ്കിലും കൊടുത്തിട്ട് എത്ര റേഡിയസ് ലെവൽ, എത്ര ഇതിൽ ദൂരം വേണം, അല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൂടുതലുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ കാട്ടും. ചിലവരൊക്കെ അതിനകത്തും ലിസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ സ്വീകരിക്കുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ റൂമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവരുടെ ബിസിനസ് പരമായിട്ടും അപ്പൊ ആദ്യം തന്നെ ആൾക്കാർക്ക് മുൻഗണന. ഇപ്പൊ നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. അപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ഇവിടെ ആ രീതിക്കായിരിക്കും ഇവിടെ മൂവ് ചെയ്യണം. പിന്നെ ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവർ സമ്മതിച്ചെന്ന് പറയും. ഞാൻ പൊതുവെ കുറെ പേരായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ സംസാരിച്ചിരുന്നു വെച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിപ്പോ ഫോട്ടോയിൽ കണ്ട സാധനം തന്നെയാണോ ഇവിടെ ഉള്ളതെന്ന് അത് നമുക്ക് അറിയത്തില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്നോട് കുറെ പേരും പറഞ്ഞു ഇപ്പൊ നേരിട്ട് പോയി കണ്ടിട്ട് നമ്മൾ എടുക്കണതും ഓൺലൈനായിട്ട് കണ്ടിട്ട് എടുക്കണതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ എനിക്കറിയാൻ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ ഇങ്ങനെ കുറെ കുഴിയിലൊക്കെ പോയി ചാടുന്നത്. അവർ ഫോട്ടോയിൽ കണ്ടപ്പോ എന്നാ സൂപ്പർ. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ല വീടിന്റെ ഒരു അവസ്ഥ മനസ്സിലായ. മൂട്ടശല്യം, എലിശല്യം, അങ്ങനത്തെ കുറെ പരിപാടി ഇവിടെ ഉണ്ട്. പോരാത്തന്നെ ഈ തണുപ്പായതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് ആവണത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ റൂംസ് ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ലാൻഡ്ലോഡൊക്കെ ആയിട്ട് മാക്സിമം ഇപ്പൊ ഞാൻ പറഞ്ഞ ആപ്സിലൊക്കെ ലാൻഡ്ലോഡ് ത്രൂ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാൻഡ്ലോഡ് ആണോ ഏജൻസി ആണോ ആരാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്ത ആളായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ഇപ്പൊ അവരോട് വേണമെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിലും വീഡിയോ കോൾ ചെയ്ത് അവർ കാണിക്കാൻ പറഞ്ഞാൽ അവർ ബിസിനസ് പരമായി അവരപ്പോൾ സെയിൽ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അവർ കാണിച്ചു തരും. അല്ലെന്നുണ്ടെങ്കിൽ വുഡായിപ്പാണേ ചിലപ്പോൾ ഒരു കാണിച്ചില്ലെന്നും വരും. ജസ്റ്റ് ഫോട്ടോ ഒക്കെ കണ്ട് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞവർ നൈസായിട്ട് തലയിൽ വെച്ച് തരും. അതും ഒരു വേറെ സത്യം. പിന്നെ മെയിൻ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ഒരു രീതി പ്രകാരം ഇവിടെ ഇപ്പൊ ഒരു റൂം നിങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ റെന്റും ഡെപ്പോസിറ്റും പേ ചെയ്യണം. അതായത് ഇപ്പൊ ഒരു റൂമിന് ഇപ്പൊ 300 പൗണ്ടാന്ന് വെച്ചാൽ സപ്പോസ് 300 പൗണ്ടിനെ കിട്ടണ കുറവാണ്. ഇപ്പൊ 300 പൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആ 300 പൗണ്ട് റെന്റും പ്ലസ് ഡെപ്പോസിറ്റ് 300 പൗണ്ട്, അതായത് ടോട്ടൽ 600 പൗണ്ട്. നാട്ടിൽ ഏകദേശം 60,000 രൂപ. അത്ര ഒരു എമൗണ്ട് നിങ്ങൾ തുടക്കം തന്നെ അവരുടെ കയ്യിലോട്ട് കൊടുക്കണം. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സാധനം അവര് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു തരുന്നതാണ്. അപ്പൊ അത് ഓർത്ത് പഠിക്കണം. പക്ഷെ നമ്മൾ ഒരു റൂമിലായിട്ട് കയറുമ്പോൾ ഇത് രണ്ടും കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആണ്. ഇപ്പൊ നാട്ടിലെ ഇത് വെച്ച് നോക്കുമ്പോൾ ആലോചിച്ച് നോക്കി. ഇത് ഇങ്ങനെ ഏറ്റവും കുറച്ച് പറഞ്ഞത് അത് 300 പൗണ്ട് എന്ന് പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ലണ്ടനിൽ ഇപ്പൊ ഒരു ഷെയർ റൂം തന്നെ ഇവിടെ കൊടുക്കണം 350. അത് എക്സ്ക്ലൂഡിങ് ആയിരിക്കും. ഇപ്പൊ ഇൻക്ലൂഡിങ് ബിൽസ് ഒക്കെ വരുമ്പോൾ 380, 400 ആ റേഞ്ചൊക്കെ വന്നെ. പോരാത്തതിന് ഇപ്പൊ നിങ്ങളൊരു ഡബിൾ റൂം ആണെങ്കിൽ 400, 450 അത്രയൊക്കെ വരും. ഈ 450, 45,000 ഒക്കെയാണ് ഞാൻ പറയണത്. ഈ 45,000 പ്ലസ് അതിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സെയിം 450 എന്ന് പറയുന്നത്. ആ 450 റെന്റും 450 ഡെപ്പോസിറ്റും കൂടി കൊടുത്തിട്ട് വേണം നിങ്ങൾ റൂം എടുക്കാനായിട്ട്. അപ്പൊ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര എമൗണ്ട്. അതായത് ടോട്ടൽ 900 പൗണ്ടാണ് പറയുന്നത്. ഏകദേശം നാട്ടിൽ 1,00,000 രൂപേന്റെ അടുത്താവും. അതായത് ഇവിടുത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇവിടെ ഇപ്പൊ 113 വാല്യൂ വന്നത്. ഇപ്പൊ നാട്ടിൽ വെച്ച് നിങ്ങൾ ഈ റെന്റ് പേ ചെയ്യാൻ നോക്കുമ്പോൾ 1 രൂപേന്റെ അടുത്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇത് കൊടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ഈ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല ഈ വീട് എങ്ങനെയാണ്, ഇവിടെ മര്യാദക്കാണോ അതോ മൂട്ടയുണ്ടോ കാര്യങ്ങളുണ്ടോ. ഞാൻ ആദ്യം സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഈസ്റ്റ് ഹാമിലാണ്. അപ്പൊ ആ പ്രോപ്പർട്ടീന്റെ ഓണറിനോട് ഞാൻ പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഇവിടെ മൂട്ടയുണ്ടോ ഉണ്ടോ. അപ്പൊ അവർ ന്യൂലി ഫർബിഷ്ഡ് വീടാണ്, തേങ്ങയാണെന്ന്. ആദ്യ മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം തൊട്ട് സാധനം പിടിച്ച് കടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ അധികം നാളൊന്നും നിന്നില്ല. പിന്നെ ഒരു നല്ല പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതാ പറഞ്ഞത് ഇപ്പൊ നോക്കിയും കണ്ടു എടുത്താൽ ഇമാതിരി കുറെ പണിയൊക്കെ കിട്ടും. ഈ സാധനമൊക്കെ വന്ന് കടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അത് ഉള്ള കാര്യമാണ്. പിന്നെ വേറൊരു സാധനമാണ് എലിശല്യം. അതുപോലെ
ഞങ്ങൾ ഉണ്ടായിരുന്ന വീട്ടിൽ അത്ര ശല്യമൊന്നുമില്ല. ലൈക്ക് പുറത്തുകൂടിയൊക്കെ ഞാൻ പോണത് കണ്ടിട്ടുണ്ട്. പക്ഷെ വീടിനകത്ത് ഇപ്പൊ എൻ്റെ ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചത്. കേട്ടോ അവരായിട്ട് ഈ വീട് മാറി ഈ വീട്ടിലായിട്ട് വന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ നേരത്തെ താമസിച്ച വീട്ടിൽ എലിശല്യം ഉണ്ടാവും. ഈ എലിശല്യന്റെ മെയിൻ പ്രശ്നം നമ്മുടെ നാട്ടിൽ പോലും ഭയങ്കര വലിയ എലിയൊന്നുമില്ല, ചെറിയ ചെറിയ എലിയാ. പക്ഷെ ഒരു ഫുഡ് അവിടെ തുറന്നു വെച്ചാൽ ഈ സാധനം വന്ന് ഫുഡൊക്കെ തിന്നും. മനസ്സിലായില്ലേ? അത് ഭയങ്കര ഡേഞ്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ട്. അത് ഈ തണുപ്പുള്ളത് കാരണമാണ് ഇങ്ങനെ വന്നത്. ഈ മൂട്ടയൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് ഉള്ളതെന്നാണ് ഞാൻ കേട്ടേക്കണം. പക്ഷെ നമ്മുടെ നാട്ടിലും ഉണ്ട് അന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കരമല്ല, നമ്മുടെ ചൂട് കൂടുതലായത് കാരണം അറിയാം. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോ ശരിയാവാം, അല്ലാണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നോക്കി കണ്ടൊക്കെ പ്രോപ്പർട്ടി എടുക്കുക. പിന്നെ വേറൊരു കാര്യം അക്കോമഡേഷൻ പറ്റി പറയാനാണെങ്കിൽ, നിങ്ങൾ നോക്കണ വീട്ടില് ഫർണിഷ്ഡ് ആണോ എന്ന് നോക്കണം. അതായത് കറക്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നിങ്ങളായിട്ട് കഴിഞ്ഞ് ബെഡും സാധനങ്ങളൊക്കെ മേടിച്ചിടണോ അതൊക്കെ നോക്കിയിട്ട് വേണം കയറാനായിട്ട്. ചില സ്ഥലത്തൊക്കെ അങ്ങനെ അൺഫർണിഷ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അത് ഡയറക്റ്റ് ലാൻഡ് ലോഡിന്റെ കയ്യിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങൾ വേണം ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ഫർണിഷ്ഡ് ആണോ, പിന്നെ ഹീറ്റർ അതൊക്കെ നോക്കണുണ്ട്. ഇവിടെ മെയിൻ ഭയങ്കര തണുപ്പാണ്. അപ്പൊ നമുക്ക് ഹീറ്റർ ഇല്ലാണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നല്ല ഡ്യുവറ്റും കാര്യങ്ങളെല്ലാം വേണം, പുതച്ചു മൂടി കിടക്കേണ്ടി വരും. ഹീറ്ററും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിൽ അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് കിടക്കും. നല്ല തണുപ്പ്. നിങ്ങൾ വിചാരിക്കണ പോലെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ അത്രയും ചൂടി എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഓ തണുപ്പല്ലേ, എനിക്കത് പറ്റുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചു വന്നത്. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ കാല് വെച്ചില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൈ മരച്ച്. പിന്നെ കൈ ഇങ്ങനെ ആവണില്ലായിരുന്നു, എനിക്കൊരു ഫീലും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ വന്നത് ജാനുവരിയിലായിരുന്നു. അപ്പൊ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇവിടുത്തെ തണുപ്പിനെ. ഞാൻ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഹീറ്ററൊക്കെ ഉള്ള വീട് നോക്കി മേടിക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ ബിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മേടിക്കുക. കാരണം എന്ന് വെച്ചാൽ ഹീറ്ററൊക്കെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയിലും ഇതിലെ ഗ്യാസിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു വലിയ ബില്ല് വരും. ഇപ്പൊ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ വീട്ടിലുള്ള എല്ലാവരും കൂടി ഷെയർ ചെയ്യണ്ടോ. ഷെയർ ചെയ്ത് വരുമ്പോൾ ഒരാളിപ്പോ ഗ്യാസ് കൂടുതൽ യൂസ് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ മറ്റുള്ളവർക്ക് ചുമ്മാ ബാഡ് അടിക്കും. അങ്ങനത്തെ കുറെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ മാക്സിമം കൂട്ടത്തോടെയൊക്കെ നിൽക്കുമ്പോൾ ഇൻക്ലൂഡഡ് ആണ് ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ കുറെ കുക്ക് ചെയ്യുക, നിങ്ങൾ കുറെ കുക്ക് ചെയ്യണം, മറ്റേ ടീംസ് പുറത്തുനിന്ന് കഴിക്കണം, അധികം കുക്ക് ചെയ്യാനല്ല. അപ്പൊ ലാസ്റ്റ് ബില്ല് അടയ്ക്കുമ്പോൾ എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് തരണം. അപ്പൊ ഒരാളിപ്പോ പറഞ്ഞ് ഞങ്ങൾ അധികം കുക്ക് ചെയ്യണില്ല, നിങ്ങളെ കുക്ക് ചെയ്യണം, തീർന്നു. അവിടെ പിന്നെ വലിയ കലഹമൊക്കെ നിങ്ങൾക്ക് അറിയാൻ മേലായിട്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അക്കോമഡേഷൻ എടുക്കുക. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത അക്കോമഡേഷൻ, ഇപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ സ്ഥലമൊക്കെ നോക്കണം. നിങ്ങളിപ്പോ പാർട്ട് ടൈം ജോബും കൂടി എയിം ചെയ്താൽ വന്നെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റി ഏരിയയിലായിട്ടൊക്കെ പറയും. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഹാഫ് ആൻ അവർ ട്രാവലൊക്കെ ഉള്ള ദൂരത്താണെങ്കിലും ഒരു നല്ല സിറ്റി ആണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ ഷോപ്സ് ഇതൊക്കെ കൂടുതലാണ്, നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനുള്ള ഒരു ഇത് കൂടും അവിടെ. അതാണ് ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അക്കോമഡേഷൻ എടുക്കുന്ന സ്ഥലത്ത് മാക്സിമം ഷോപ്പൊക്കെ ഉണ്ടെന്ന് വരുത്തുക. ലൈക്ക് നിങ്ങളുടെ ഗ്രോസറീസ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഞാൻ പറയാം, ഞാൻ ആദ്യം കുറച്ച് ടെമ്പററി ആയിട്ട് ഞാൻ ഔട്ടറിലാണ് പോയി നിന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിലേക്ക് പോയത്. അപ്പം നിന്ന സ്ഥലത്ത് എന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു മാളുണ്ടോ. അവിടെ ഞാൻ നോക്കി KFC, ഡൊമിനോസ് അങ്ങനത്തെ സാധനങ്ങളല്ല. അല്ലാണ്ട് നമ്മുടെ കുറച്ച് ഗ്രോസറീസ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ട്രാവൽ ചെയ്യേണ്ടി വന്നു. ബസ്സിൽ നിന്ന് ഞാൻ ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം ഞാൻ പോയി സാധനങ്ങൾ മേടിച്ച് അതേപോലെ തന്നെ ബസ് കയറി തിരിച്ച് സ്ഥലത്ത് വന്നിട്ട് വേണം കുക്കിങ്ങും ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മാക്സിമം നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരത്തൊക്കെ ഷോപ്പൊക്കെ ഉള്ള രീതിക്കുള്ള സ്ഥലങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങളൊന്ന് ഫീഡ് ചെയ്ത് വെച്ചോ. പിന്നെ വേറെ നമുക്ക് റെന്റിലായിട്ട് വരാം. റെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് ഇവിടെ. എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണതിന്റെ പകുതി മുക്കാൽ കാശ് റെന്റിലായിട്ടാണ് പോണത്. ഞാനും ഇപ്പൊ നിൽക്കാൻ പറഞ്ഞില്ല, ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ കനറി വാർഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ലണ്ടനിൽ തന്നെ. അത് കുറച്ച് സെൻട്രലായിട്ട് കയറി. അപ്പൊ ഇവിടെ കുറച്ച് റെന്റ് കൂടുതൽ. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഇവിടുന്ന് ജോബിന് പോകാനാണെങ്കിൽ എനിക്ക് ട്രാവൽ അധികം പറ്റില്ല, എനിക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടി ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പൊ എനിക്ക് ഒരു സൈഡിൽ ഇത് ട്രാവലിൽ ഇത് ലാഭിക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇന്ന സ്ഥലത്ത് വെച്ചാൽ എനിക്ക് ഒരു മാസം ഏകദേശം 200 പോണ്ടിന്റെ അടുത്ത് ട്രാവൽ മാത്രം. ഈ ട്യൂബിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് പോകണമെങ്കിൽ ട്യൂബ് എന്ന് പറയണം, ട്രെയിൻ. ഓക്കെ, അപ്പൊ അതിന് മാത്രം അത്ര എമൗണ്ട്. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോ റെന്റ് കുറച്ച് കൂടിയെങ്കിലും പക്ഷെ എനിക്ക് അത്ര ട്രാവൽ വന്നില്ല, മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റ് ആയി. അത് കാരണമാണ് ഞാൻ ഇവിടെ. എനിക്ക് ഏകദേശം ഒരു 400 പോണ്ടിന്റെ അടുത്ത് വന്നിട്ട്, ഇൻക്ലൂഡിംഗ് ആണ് ബിൽസ്. അപ്പൊ ഈ ഒരു വലിയൊരു എമൗണ്ട് ആണ് നമ്മുടെ സാലറിയിൽ നിന്ന് ഈ റെന്റിലായിട്ട് കൊടുക്കുന്നത്. അത് പറയണ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നെ പാർട്ട് ടൈം ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മാക്സിമം അങ്ങ് അറ്റം പോയാൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ജോബൊക്കെയാണ്, അത്യാവശ്യം പേ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കൂട്ടിക്കോ, ഒന്നിന്റെ അടുത്ത് വരും. അതിനകത്ത് നിന്ന് പകുതി മുക്കാല് ഒറ്റയടിക്കാണ് ഒരു മാസത്തിന് നമ്മുടെ അടുത്ത് റെന്റിലായിട്ട് കൊടുക്കണം. പോരാതെ നമ്മുടെ ചെലവും അതും ഇതൊക്കെ പോയിട്ട് ആകെ തുച്ഛമായ പൈസയുള്ളൂ നമ്മുടെ പോക്കല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് നിങ്ങളിപ്പോ ലോണൊക്കെ അടക്കണമെങ്കിൽ അതും അടച്ച് ഒന്നും കാണത്തില്ല. അപ്പൊ ഞാൻ കണ്ടേക്കണ കുറെ പേരൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് നേരെ ഔട്ടറിലായിട്ടൊക്കെ മൂവ് ചെയ്യണമെന്നാണ് കണ്ടേക്കുന്നത്. വെച്ചാൽ ഈ ഔട്ടർ ലണ്ടറൊക്കെ ആകുമ്പോൾ റെന്റ് പൊതുവെ കുറവാണ് കമ്പാരിറ്റീവ് ലണ്ടർ ആയിട്ട് നോക്കുക. പക്ഷെ
അതനുസരിച്ച് അവിടെ ഡ്രോബാക്സും ഉണ്ട്. അത് കാരണമാണ് അവിടെ റെന്റും കുറവ്. അപ്പോൾ ഔട്ടർ ലെൻഡർ ആണെങ്കിൽ ഇപ്പോൾ ഔട്ടർ സൈഡ് ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കാറിന്റെ ആവശ്യം വരും. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. ലൈക്ക് മൊത്തം കണക്റ്റഡ്, നിങ്ങൾക്ക് എങ്ങോട്ടുള്ള ട്യൂബ്, ബസ്, ട്രെയിൻ എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷേ ഔട്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വേണം. അതായത് ഒരു ഷോപ്പിംഗ് മാൾ ഇന്ന ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഹൈവേസ് ആണ് ഇവിടെ കൂടുതൽ ഔട്ടറിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കാറിന്റെ ആവശ്യം വരും. അപ്പൊ ഈ കാറിന്റെ ഇൻഷുറൻസ് ആണ്, ഇവർ ഈ കാറിനൊക്കെ വരുന്നത് മാസം മാസം ഉള്ള ഇൻഷുറൻസ്. അപ്പൊ കാറിന് ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു എമൗണ്ടും ഇവരുടെ റെന്റും നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ സെയിം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ അതിന്റെ മെയിൻ്റെനൻസും കാര്യമൊക്കെ വരുമ്പോൾ ഓക്കെ. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കണം. റെന്റ് നല്ല കൂടുതലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഷെയറിംഗ് ആണെങ്കിൽ ഒരു 350 നിങ്ങൾക്ക് ഒരു നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു 3-4 പേരൊക്കെ ആയിട്ട് വേണമെങ്കിൽ 350 നല്ല ഒരു റൂമും സെറ്റപ്പ് ഒക്കെ കിട്ടും. പിന്നെ അത് ബിൽസ് ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഒരു ഡബിൾ ആണ്, നിങ്ങളൊരു കപ്പിൾസ് ആണ്, അങ്ങനത്തെ ഇതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഒരു 400-450 കൂട്ടിക്കോ, അത്രയൊക്കെ വരും. പിന്നെ നിങ്ങൾ സിംഗിൾ, ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന റെന്റ് കൂടുതൽ സിംഗിൾ റൂമിനാണ്. സിംഗിൾ റൂമിന് ഏകദേശം ഒരു 500 പോകണം. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് നിങ്ങൾക്കായിട്ട് റൂമാണ്. അപ്പോൾ അതിന് നല്ല റെന്റാണ്. ഞാൻ കണ്ടു വന്നേക്കണ 450 തൊട്ട് 500 വരെയൊക്കെയാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു വലിയ പോഷായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 350-400 കിട്ടും. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. കാര്യം പറയാം, ഇവിടെ കുറെ കണക്ഷനൊക്കെ ഉള്ളത് നല്ലതാണ്. ഇപ്പൊ പ്രോപ്പർട്ടി അങ്ങനത്തെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് വെച്ചോ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ അവരൊക്കെ ഡയറക്റ്റ് ലാൻഡ് ലോഡിന് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി മേടിച്ചിട്ട് നമുക്ക് ഇത് റീസെയിൽ ചെയ്യണം. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചോട്ടോ. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ കുറേ പേര് റെന്റ് ഡെപ്പോസിറ്റും അടച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇത്ര വലിയ ഹ്യൂജ് എമൗണ്ട് അവർ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ റെന്റ് ഡെപ്പോസിറ്റ് ഒരു വലിയ 1 ലക്ഷം രൂപേൻ്റെ ഒക്കെ അടച്ചെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഇവിടെ ഒരു പേടിയുണ്ട്, ലൈക്ക് ആ പ്രോപ്പർട്ടി ജെന്യൂൻ ആണോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചോ. ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ കുറെ അക്കടി പറ്റിയിട്ടുണ്ട്. കാരണം ആർക്കെങ്കിലും അങ്ങനത്തെ കുറെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചോ. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ലണ്ടനിലാണെങ്കിൽ ഞാൻ പോയി വ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസും കാര്യമൊക്കെ പറയാം. അപ്പം അങ്ങനത്തെ വല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ അക്കൗണ്ട് പൊക്കത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ബയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ചോ. ഞാൻ വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി നോക്കി നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ വീഡിയോ വരെ സൈഡ് അയച്ചു തരാവുന്നതാണ്. പെയ്ഡ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒന്നും ഞാൻ പേ ആയിട്ട് മേടിക്കാനില്ല, ചെറിയ എമൗണ്ടുകൾ. പിന്നെ ഈ പേയ്മെന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയണ്ടേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ ശരിക്കും മിസ്സായിപ്പോയി. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ലാൻഡ് ലോഡിന്റെ കയ്യിൽ നിന്ന് മേടിക്കണതും അതൊരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് മേടിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏജന്റ് മീൻസ് ലൈക്ക് തേർഡ് പാർട്ടി ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊരു 1 ടൈം കമ്മീഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ നേരത്ത് എൻ്റെ കയ്യിൽ നിന്ന് 100 പൗണ്ടാണ് മേടിച്ചത്. 100 പൗണ്ട് നാട്ടിൽ 10,000 രൂപ ജസ്റ്റ് ആ ഒരു ലാൻഡ് ലോഡായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് തന്നെ. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ കിട്ടാൻ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത സാധനമാണ്, അവ ലണ്ടനിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ആ പുള്ളിയായിട്ട് മെസ്സേജ് അയച്ച പുള്ളി പറഞ്ഞത് 1 ടൈം കമ്മീഷൻ വരുന്നുണ്ട്. അപ്പൊ 100 പൗണ്ട് അടച്ചാൽ ഞങ്ങൾ ബാക്കി പരിപാടി നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുക, ഒന്നും പേടിക്കാനില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ വെറുതെ നിങ്ങൾക്ക് ചാടിക്കയറി ഒരു പ്രോപ്പർട്ടി ഇപ്പൊ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സ്ഥലത്ത് അവർക്കൊരു കമ്മീഷൻ അവർ എന്താണേലും മേടിക്കും. എൻ്റെ എന്നൊക്കെ മേടിച്ചാൽ 100 പൗണ്ടാ. അപ്പൊ ഞാനിപ്പോ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്രയും 100 പൗണ്ട് അങ്ങനത്തെ കണ്ണിച്ചോറില്ലാണ്ടുള്ള ഒരു മേടിക്കലൊന്നും മേടിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു അന്ന്. അപ്പൊ 3 പേരുടെ അവൻ മേടിച്ച് 300 പൗണ്ടാ, ഏകദേശം 30,000 രൂപ ജസ്റ്റ് ഒന്ന് ആ വീട് വരെ. എന്നിട്ട് അത് കൂടാണ്ട് ഞങ്ങൾ അവിടെ വീടിന്റെ റെന്റ് ഡെപ്പോസിറ്റ് ലാൻഡ് ലോഡിന് കൊടുക്കണം. അപ്പൊ ഇമാതിരി കമ്മീഷൻ അടിക്കലൊക്കെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയോ. പക്ഷേ അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ഒരു ഇതായിട്ടല്ല പറയണത്. ഇത്രയും വലിയ എമൗണ്ട് എല്ലാവർക്കും ആവശ്യം ഇവിടെ റൂം. അപ്പൊ അതനുസരിച്ചുള്ള കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. അവരെ തെറ്റു പറയുമ്പോൾ അവരുടെ ചിലപ്പോൾ അവരുടെ വർക്കായിരിക്കും അത്. അപ്പൊ അത്ര അവരുടെ സർവീസ് ആയിട്ട് മേടിക്കുന്നതാണ്. അങ്ങനത്തെ കുറെ കമ്മീഷനും റെന്റും ഡെപ്പോസിറ്റും ടോട്ടൽ നിങ്ങളിപ്പോൾ 1000 പൗണ്ട് ആണെങ്കിൽ 1100 കൊടുക്കേണ്ടി വരും. അതിന്റെ കമ്മീഷനും കൂടി കൂട്ടി അതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. നിങ്ങളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നതെങ്കിൽ അവന്മാരവിടെ കമ്മീഷൻ ചോദിക്കും, ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു വീട്ടിലായിട്ട് മൂവ് ചെയ്തെന്ന് വെച്ചാൽ അപ്പൊ മാക്സിമം നിങ്ങളൊരു എഗ്രിമെന്റ് അവരെ കൊണ്ട് സൈൻ ഇടിച്ച് മേടിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഇത്ര നാൾ ഇവിടെ നിൽക്കുമെന്നും ഇത്ര ഡെപ്പോസിറ്റ് ഇന്ന കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് അവരോട് സൈൻ ചെയ്ത് മേടിക്കണം നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ആപത്തവശാൽ അവരുടെ ഡെപ്പോസിറ്റ് തന്നില്ല, അവരൊന്നും തന്നില്ല, നിങ്ങളുടെ വേറെ പ്രൂഫൊന്നുമില്ല അവിടെ താമസിച്ചെന്നുള്ള ഇത് കാണിക്കാനായിട്ട്. മാക്സിമം നിങ്ങൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് സെറ്റാക്കി വെക്കാൻ നോക്കുക. അതായത് ഇന്ന പീരീഡ് തൊട്ട് ഇന്ന പീരീഡ് വരെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ലീഗലി ഉള്ള ഒരു പേപ്പർ കഷണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് അവരുടെ ഒരു സൈനോട് കൂടി മേടിച്ച് വെക്കുക കേട്ടോ.
നിങ്ങൾ സൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്കും ഉപകരിക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ബാങ്ക് വഴി ത്രൂ ആണ് അവർക്ക് ക്യാഷ് അയക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതും വെച്ചോ കയ്യിൽ. ഞാൻ വേണ്ടെന്നല്ല പറയണത്, ഒരുപടി മുന്നിൽ നിങ്ങളെ 2 ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റൊന്നും ഇല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോയിൽ. അപ്പൊ റെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ മനസ്സിലാക്കുക. പിന്നെ പോരാത്തന്നെ ഇപ്പൊ ഇനി ലണ്ടനിലായിട്ട് വല്ലതും വരാൻ താല്പര്യമുണ്ട്, ലൈക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഒക്കെ നോക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചോട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ മറ്റേ കേസ് ലൈക്ക് പ്രോപ്പർട്ടി ഞാൻ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എനിക്ക് മെസ്സേജ്, അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അത് അങ്ങനെ കുറെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സിന്റെ കുറെ പൈസ പോയതാ, പിന്നെ അവന്മാരാണ്ട് തിരിച്ച് എമൗണ്ട് വെച്ചിട്ട് പൈസ പോലും കിട്ടിയിട്ടില്ല. കാരണം അതാ പറഞ്ഞത്, ഒരു 1,00,000 രൂപ നിങ്ങൾ അവിടെ വെറുതെ വെള്ളത്തിൽ കളയാൻ ഭേദമല്ല, ഞാൻ പോയി കണ്ട് അതെങ്ങനെ ഉണ്ടെന്ന് വാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിസ്സാര പരിപാടി, അത്രേ ഉള്ളൂ. ഒരു കൺഫർമേഷൻ ഏത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുപോയി, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നത്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതെൻ്റെ ഡ്രോബാക്കാണ്, ഞാൻ ആ കാര്യം വിട്ടുപോകും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ഇടാം ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.